ഹംസത്തുൽ കറാർ തങ്ങളെ കരളെടുത്ത് ചവച്ചു തുപ്പിയ ആൾക്ക് വരെ ഹബീബായ തങ്ങൾ മാപ്പ് കൊടുത്തു. ഹബീബായ തങ്ങളോടുള്ള കാരുണ്യത്തിനെ പറ്റി പറയുമ്പോൾ ഒരു സാമ്പിളും കൂടി അവസാനം ബറക്കത്തിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. സഅത്ത് സഫിയ ബീവി റസൂലുള്ളാഹിയുടെ ബാപ്പാന്റെ പെങ്ങളാണ് റളിയല്ലാഹു അൻഹാ. സഫിയ ബീവിനെ എനിക്ക് നേരത്തെ ഓർമ്മ വന്നു. ആര്? ബഹുമാനപ്പെട്ട അബൂബക്കർ സഖാഫി ഉസ്താദ് ഇതിങ്ങനെ ചൊല്ലിയപ്പോ എനിക്ക് സഫിയ ബീവിയുടെ ബൈത്ത് ഓർമ്മ വന്നുപോയി. കുന്ത കഹ്ഫൻ ഹമിയൽ ലിമൻ അതാകും ലാജിആ കുന്ത ഫീനാ നാസിറൻ യാ സയ്യിദി മടവൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു കുന്ത കഹ്ഫൻ ഹാമിയൻ ലിമൻ അതാകും ലാജിആ. ഏത് പ്രയാസം പറഞ്ഞു വന്നവർക്കും, ഓ ശൈഖവർകളെ, നിങ്ങൾ അടുക്കൽ വന്നവർക്കും, നിങ്ങൾ അശരണരുടെ ആശാ കേന്ദ്രമായിരുന്നുവല്ലോ. കുന്ത ചിലോല് പറയും, ഓ അങ്ങനൊക്കെ പറയാൻ പറ്റുമോ? ചങ്ങായി റസൂലുള്ളാഹിന്റെ സ്വഹാബത്തല്ലേ അങ്ങനെ ചൊല്ലിയത്. ഈ സഫിയ ബീവി ചൊല്ലിയതില്ലേ ഞാൻ കിതാബുകളിൽ കണ്ടിട്ടുണ്ട്. മഫാഹീം യജിബു അൻ തുസഹഹ, ആ കിതാബിൽ ഒരുപാട് നഖ്ല് കൊടുക്കുന്നുണ്ട്. ആരാ ചൊല്ലിയത്? സഫിയ റളിയല്ലാഹു അൻഹാ. റസൂലുള്ളാഹിന്റെ പിതാമഹിയാണ്, അമ്മത്താണ്, റസൂലുള്ളാഹിന്റെ ബാപ്പാടെ പെങ്ങളാണ്. നമ്മളെ മലബാറിലെ ഭാഷയിൽ പറഞ്ഞ റസൂലുള്ളാഹിയുടെ അമ്മയാണ്. ആര്? സഫിയ റളിയല്ലാഹു അൻഹാ. ആ സഫിയ ബീവി കിടക്കുന്ന ഖബർസ്ഥാനിൽ ഒന്ന് അന്തി ഉറങ്ങണമെന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. പടച്ചവനെ, മദീനത്ത് അൽ ബഖീഉൽ ഗർഖദിലൊന്ന് അന്തി ഉറങ്ങണം. നമ്മുടെ വെള്ളിലെ മുഹമ്മദ് ഫൈസി അടക്കം എന്റെ സുഹൃത്തായിരുന്ന പാലക്കാട് ജില്ലയിലെ വീരമംഗലത്തെ മുഹമ്മദ് അലി അസ്ലമി ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ അന്തി ഉറങ്ങുന്ന ജന്നത്തുൽ ബഖീഇൽ ഒരാറടി മണ്ണ് കിട്ടാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഹബീബായ തങ്ങൾ വഫാത്തായപ്പോ സഫിയ ബീവി മൗലിദ് ഓതുകയാണ്. മൗലിദിന്റെ മാസമല്ലേ. അലാ യാ റസൂലല്ലാഹി കുന്ത റജഅനാ. കുന്ത എന്ന അതേ പദം, ആ പദമാണ് ഈ ബൈത്തിലും പറഞ്ഞത്. അലാ യാ റസൂലല്ലാഹി കുന്ത റജഅനാ വകുന്ത ബിനാ ബർറൻ വലം തകു ജാഫിയാ. ബൈത്തുകൾ എനിക്ക് മനപ്പാഠമില്ല. ഒന്നാമത്തെ വരി അതാണ്. ഇവിടെ ഈ കുന്ത കേട്ടപ്പോ ശൈഖുന മടവൂർ അവർകളെ പറ്റി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, അല്ലാഹുവേ അവരെ കൂടെ ഞങ്ങൾ അവരെ ഖാദിമീങ്ങളാക്കി ഞങ്ങളെയും കൂട്ടണേ അല്ലാഹ്. ഈ ബൈത്ത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സഫിയ ബീബി റളിയല്ലാഹു അൻഹാ ചൊല്ലിയ ബൈത്താണ്. ഇത് ഉണ്ടാക്കിയ ആള് വലിയൊരു മഹാനാണ്. അവർക്കും വലിയ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. സുഹൃത്തുക്കളെ, അതെ, ആ സഫിയ ബീവി ആ പദ്യങ്ങൾക്കിടയിൽ ചൊല്ലിയിട്ടുണ്ട്. റസൂലുള്ളാഹി വഫാത്തായ വിവരം കിട്ടിയപ്പോൾ ചൊല്ലിയ വരികളാണത്. ഫാത്തിമ മോളെ വിളിച്ചിട്ട് പറയാണ്, ഫാത്തിമു സല്ലല്ലാഹു فاطمة صلى الله رب محمد على جودة أمسى بطيبة ثاوية. ഓ എന്റെ സൗണ്ട് കേൾക്കുന്ന പെങ്ങന്മാരെ, ഉമ്മമാരെ, ആരാണ് ഫാത്തിമ ബീവി എന്നറിയുമോ? മോളെ, നിങ്ങൾക്ക് സ്വർഗം തരാ, കല്യാണം അലീനെ ഭർത്താവാക്കാം, മഹലായിട്ട് സ്വർഗം തരാ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറഞ്ഞു, എനിക്ക് തൃപ്തിയല്ല, സ്വർഗം എനിക്ക് തൃപ്തിയല്ല. ആദ്യം പറഞ്ഞു 400 അല്ലെങ്കിൽ 500 വെള്ളി തരാ. അപ്പൊ പറഞ്ഞു തൃപ്തിയല്ല, എന്നാ സ്വർഗം തരാ. തൃപ്തിയല്ല, എനിക്ക് ഇഷ്ടല്ല നബിയേ.
അപ്പൊ ജിബ്രീൽ പറയാണ്, ഓ നബിയെ ചോദിച്ചു നോക്ക്, മകളോട് ചോദിച്ചു നോക്ക്, പിന്നെന്താ വേണ്ടത്? അപ്പോഴാണ് പൊന്നുമോള് പറയുന്നത്, ഉമ്മത്തുകളിൽ ദോഷിയായുള്ള അരുവികൾ മഹേശറ സഭയിലുള്ള കുടുക്കിൽ അകപ്പെട്ടാൽ ശഫാഅത്ത് നടത്താനുള്ള വശപ്പെട്ട അനുവാദം അതാണെന്റെ മഹർ എന്ന് പടിവിട്ട് പറഞ്ഞിട്ടും അനാ ഉണർന്നേ പൊളുതിൽ മർഹബാ ജിബ്രീലും ഇറങ്ങി വന്നേ. മനസ്സിലായോ? മോള് പറയാ, റസൂലുള്ളാഹിയുടെ പൊന്നുമോൾ ഫാത്തിമ മോള് റളിയല്ലാഹു അൻഹാ, അല്ലാഹുമ്മ അർള അന്നാ ബിഹാ യാ അല്ലാഹ്. മോള് പറയാണ്, അശകീറും ഉമ്മത്തുകളിൽ ദോഷിയായുള്ള ഓ നബിയെ, തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ദോഷികളായ പെണ്ണുങ്ങൾ മഹ്ശറയിൽ കിടന്ന് അടങ്ങേറാകുമ്പോ അരുവികൾ മഹ്ശറ സഭയിലുള്ള കുടുക്കിൽ അകപ്പെട്ടാൽ ശഫാഅത്ത് നടത്താനുള്ള അനുവാദം എനിക്ക് വേണം. എനിക്ക് മാത്രം സ്വർഗം കിട്ടിയാ പോരാ. അങ്ങനെ അതാ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പൊന്നുമോള് പറയുമ്പോ മർഹബാ ജിബ്രീലും ഇറങ്ങി വന്നേ പൊളുതിൽ, മർഹബാ ജിബ്രീലും ഇറങ്ങി വന്നേ. മർഹബ, ഓക്കെയാണ്. പടച്ച റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. അതല്ലേ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിലുള്ളത്, അമാ തർലാ അൻ തകൂനി സയ്യിദത നിസാഇൽ ആലമീൻ. പൊന്നുമോളെ ഫാത്തിമു, നിങ്ങൾ എല്ലാ പെണ്ണുങ്ങൾക്കും ശഫാഅത്ത് ചെയ്യാനുള്ള സയ്യിദത്ത് എന്ന് പറഞ്ഞാൽ ശറഹ് മുസ്ലിമിൽ ഇമാം നബവി തങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഇടങ്ങേറ് മഹ്ശറയിലാണ്. അവിടെ രക്ഷപ്പെടുത്തുന്നവനാണ് സയ്യിദ്, അവിടെ രക്ഷപ്പെടുത്തുന്ന ആളാണ് സയ്യിദത്ത്. അമാ തർലാ അൻ തകൂനി സയ്യിദത നിസാഇൽ ആലമീൻ. ഫാത്തിമ ബീവി മുഴുവൻ ആണിനെയും മുസ്ലിമായ ആണിനെയും പെണ്ണിനെയും രക്ഷപ്പെടുത്തുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഫാത്തിമ ബീവിനെ വിളിച്ചിട്ട് വൈത്തി ചൊല്ലിയിട്ടുണ്ട്. ആ ഫാത്തിമു സ്വല്ലല്ലാഹു റബ്ബു മുഹമ്മദിൻ അലാ ജൂദത്തിൻ അംസാ ബിതൈബത സാവിയ. അതാ ഓടി വരുന്നു സഫിയ, ഓടി വരികയാണ് റളിയല്ലാഹു അൻഹാ ഇലാ ഉഹദിൻ തബ്ഹസു അൻ അഖീഹാ ഹംസ. തന്റെ പ്രിയപ്പെട്ട ആങ്ങള ഹംസത്തുൽ കറാർ തങ്ങൾ അവിടെ ഷഹീദായിട്ടുണ്ട്. കൈ മുറിച്ചിട്ടുണ്ട് ശത്രുക്കൾ, കാല് മുറിച്ചിട്ടുണ്ട് ശത്രുക്കൾ, മൂക്ക് മുറിച്ചിട്ടുണ്ട് ശത്രുക്കൾ, കണ്ണ് ചൂഴ്ന്നെടുത്തിട്ടുണ്ട് ശത്രുക്കൾ. ഹീന അതത്ഹാ അംബാഉ മഖ്തലിഹി ഫീ ഗസ്വതി ഉഹദ. അപ്പ ഓടി വരികയാണ്, എവിടെ എന്റെ ആങ്ങള, എവിടെ ഹംസ, എവിടെ ഒന്ന് കാണണം. പൊട്ടിക്കരഞ്ഞിട്ട് ഓടി വരികയാണ്. ഓടി വരുമ്പോ ഫകരിഹൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബൈഹഖി തങ്ങളുടെ ദലായിലുൻ നുബുവ എന്ന കിതാബ്, എറണാകുളത്തൊരു പള്ളിയിൽ നിന്ന് ഞാൻ ആ കിതാബ് നോക്കിയിട്ടുണ്ട്. പടമുകൾ പള്ളിയിൽ അന്ന് മുദർരിസായിരുന്ന ചെറിയ കോയ മുസ്ലിയാർ, അല്ലാഹുവേ ഞങ്ങൾക്ക് കിതാബ് നോക്കാൻ തൗഫീഖ് തരുന്ന അവസരം തരുന്ന ഉസ്താദുമാർക്ക് ബറക്കത്തുകൾ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഫകരിഹൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തറൽ ഖത്ല. ഹബീബായ തങ്ങൾക്കൊരു വിഷമമായി. എന്റെ അമ്മായി കാണണ്ടത്. എന്ത് കാണണ്ട? എന്റെ അളാപ്പാന്റെ ശരീരം ഈ കോലത്തിൽ കൈ മുറിക്കപ്പെട്ടുകണ്, കാല് മുറിക്കപ്പെട്ടു, മൂക്ക് മുറിക്കപ്പെട്ടു, നാവ് മുറിക്കപ്പെട്ടു. വേണ്ട, ഇത് അമ്മായി കണ്ടാൽ വിഷമമാകും, ആങ്ങളെ പെങ്ങള് കണ്ടാൽ വിഷമമാകും. റസൂലുള്ള ഇഷ്ടപ്പെട്ടില്ല. റസൂലുള്ള ഇഷ്ടപ്പെട്ടില്ല എന്ന് ആര് മനസ്സിലായി? റസൂലുള്ള പറഞ്ഞു, മോനെ സുബൈറേ, സഫിയ ബീവിന്റെ മോനായിരിക്കുന്ന സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറഞ്ഞു, സുബൈറേ ഉമ്മാനോട് വരണ്ടാന്ന് പറയൂ. ഫഅസ്റഅ ഇലൈഹാ ഇബ്നുഹാ സുബൈർ ഇബ്നുൽ അവ്വാം. സുബൈർ ഇബ്നുൽ അവ്വാം ഉമ്മ സഫിയ ബീവി ഇങ്ങോട്ട് വരുന്നതിന്റെ മുമ്പ് അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് യംനഉഹാ ഖബല അൻ തസില ഇലൽ ഖത്ല, ശുഹദാക്കളെ കാണണ്ട എന്ന് വിചാരിച്ചിട്ട് സുബൈർ റളിയല്ലാഹു തആല അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം, ഇത് കേൾക്കുന്നവർ ചൊല്ലി റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട്
ഓടിച്ചെന്നിട്ട് ഉമ്മ വരണ്ട, നിങ്ങൾ അങ്ങോട്ട് പോണ്ട ഉമ്മ, ശുഹദാക്കളെ കാണണ്ട ഉമ്മ, നിങ്ങള് ആങ്ങളെ കാണണ്ട ഉമ്മ. ഉമ്മയായ സഫിയ ബീവി പൊന്നുമോൻ സുബൈറിന്റെ നെഞ്ചത്തടിച്ചിട്ട് പറഞ്ഞു, മാറി വെക്കണം മോനെ, എനിക്ക് കാണണം. ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ട് കരച്ചിലോടുകൂടി, ദേഷ്യത്തോടുകൂടി, ശത്രുക്കളോടുള്ള ദേഷ്യത്തോടെ ഓടി വരുമ്പോ പൊന്നുമോൻ ഇങ്ങനെ പളുന്തത്തടി നിൽക്കും പോലെ സുബൈർ റളിയല്ലാഹു തആല അൻഹു മുന്നിൽ നിൽക്കുകയാണ്. ഫളറബതുഹു ദർബതൻ ഫീ സ്വദ്രിഹി, സുബൈറിന്റെ നെഞ്ചത്തൊരു അടി കൊടുത്തിട്ട് വഖാലത്ത് ഉമ്മ സഫിയ ബീവി പറഞ്ഞു, ഇലൈക അന്നി, മാറടാ മോനെ. അപ്പൊ സുബൈർ എന്നൊരു പറഞ്ഞൊരു വാക്കുണ്ട് ഉമ്മാനോട്, പൊന്നുമോൻ സുബൈർ പറഞ്ഞ വാക്കുണ്ട്, റളിയല്ലാഹു അൻക യാ സുബൈർ. ഫഖാല സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ നിങ്ങൾ അങ്ങോട്ട് പോകണ്ടെന്ന് ഞാൻ പറയല്ല. ഇന്ന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസമ അലൈകി അല്ലാ തദ്ഹബി ഇലൽ ഖത്ലാ, ശുഹദാക്കളെ കാണാൻ എന്റെ പൊന്നുമ്മ പോകണ്ടെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ആര്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാനോട് വരണ്ടെന്ന് പറയാൻ എന്നെ വിട്ടത്, ഉമ്മാനോട് പറയാൻ എന്നെ വിട്ടത് മുഹമ്മദ് മുസ്തഫ. ഓടിക്കൊണ്ടിരുന്ന ആ സഫിയ ബീബി ഫവഖഫത്, പെട്ടെന്ന് അവിടെ സഡൻ ബ്രേക്ക് ഇട്ടു. വലം തഖ്തു ഖത്വതൻ, ഒരടി മുന്നോട്ട് പോയില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നോട് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഞാൻ വരുന്നില്ല മോനെ. ആങ്ങളയോടുള്ള സ്നേഹത്തോടെ മടങ്ങിപ്പോകുന്നു. പടച്ച റബ്ബേ, ഞങ്ങൾക്കിത് വഅദ് പറയാൻ മാത്രമല്ല, സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹാ ഹബീബായ തങ്ങളെ വഫാത്തായപ്പോൾ അവിടുത്തെ മദ്ഹ് പാടിയിട്ട് അലാ യാ റസൂലല്ലാഹി, ചിലര് പറയും സ്വഹാബത്ത് മദ്ഹ് പാടിക്കണോ? സ്വഹാബത്ത് പറഞ്ഞതൊക്കെ മദ്ഹാൻ. ആരെ പറഞ്ഞു സ്വഹാബത്ത് മദ്ഹ് പാടിയിട്ടില്ല? മദ്ഹ് അല്ലാതെ എന്തേ പറഞ്ഞത് സ്വഹാബത്ത്? ഹബീബായ തങ്ങളോട് എന്തെങ്കിലും വെറുപ്പുള്ളത് അവര് പറഞ്ഞിട്ടുണ്ടോ? എത്രയെത്ര എന്റെ മനസ്സിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ബുഖാരി ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ, മർക്കസിൽ പഠിക്കുമ്പോൾ ശൈഖുനാ കാന്തപുരം ഉസ്താദിൽ നിന്ന് കേട്ടത്, പിന്നീട് നേരിട്ട് കിതാബിൽ ഞാൻ കണ്ടത് ഒരുപാട് സംഭവങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ പറയാൻ സ്വർഗത്തിൽ വെച്ച് തൗഫീഖ് നൽകണേ റഹ്മാനെ. ശൈഖുനാ സിഎം വലിയുള്ളാഹ് പോലെയുള്ള, അവരെ പോലെയുള്ള ഒരുപാട് മശായിഖന്മാരെ മുമ്പിൽ വെച്ച് സ്വർഗത്തിൽ വെച്ച് അവിടുത്തെ മദ്ഹ് പറയണം. ഞാൻ ചിലരൊക്കെ പറയും ബദർ പാടുന്ന ആളല്ലേ നിങ്ങൾക്കത് മതിയെന്ന്. പക്ഷേ എനിക്കൊരിക്കലും അതിനർഹതയില്ല. ഒരുപാട് ആളുകൾ അങ്ങനെ പറയാറുണ്ട്. ഈ ഷാഫി ഉസ്താദും അവരെ നാട്ടിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്, ബദർ പാടിച്ചിട്ടുണ്ട്. പലരും പറയും നിങ്ങൾ ബദരീങ്ങളെ പറയുന്ന ആളല്ലേ, നിങ്ങൾക്കത് മതി. അങ്ങനെ മതിയെന്ന് എല്ലാവരും പറയുന്ന ആ വാക്ക് റബ്ബേ നീ സ്വാദിഖാക്കി തരണേ റഹ്മാനെ. ഈ ശൈഖുനായ സ്നേഹിക്കുന്ന പലരും ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. ഖുത്ബുൽ ആലം ശൈഖുന, കറാമത്തിന്റെ അറ്റമില്ലാത്ത ആളാണ്. ഹബീബായ തങ്ങളെ റഹ്മത്ത് പിടിച്ചെടുത്ത ആളാണ്. റഹ്മത്തിന്റെ കേദാരമാണ് ശൈഖുന. കോടിക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടാവും കൊടുത്തതെല്ലാം കൂടി എണ്ണി നോക്കുകയാണെങ്കിൽ. അന്ന് കോഴിക്കോട്ട് വെച്ച് അനുഭവസ്ഥന്മാര് പറഞ്ഞതാണ്, അവരിൽ നിന്ന് കേട്ടതാണ്. അല്ലാഹുവേ, അവരെ പോലെ ജനങ്ങളോട്, പാവപ്പെട്ടവരോട്, രോഗികളോട്, കുഷ്ഠരോഗികളോട്, ക്യാൻസർ രോഗികളോട്, കിഡ്നി രോഗികളോട് ഞങ്ങൾക്കും ദയ ഉണ്ടാകണം. അതിന് ചികിത്സിക്കാൻ ക്യാഷ് കൊടുക്കണം. സഫിയ ബീവി റളിയല്ലാഹു അൻഹാ, പൊന്നാങ്ങളെ ഹംസ മുറിവേറ്റ് വീണ് ഷഹീദായിട്ട് കൈ മുറിക്കപ്പെട്ടിട്ടുണ്ട്, കാല് മുറിക്കപ്പെട്ടിട്ടുണ്ട്, അംഗഭംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടിട്ട് ആങ്ങളയുടെ ജനാസ കാണാൻ ഓടി വന്നതുപോലെ അതേ ഹംസത്തുൽ കറാർ തങ്ങളുണ്ട്, സ്വർഗത്തിൽ നടക്കുന്നു. ഒരു വൈകല്യമില്ലാതെ അംർ ഇബ്നുൽ ജമൂഹ് തങ്ങളോട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മോനെ അംറേ
ഉഹദിൽ നിങ്ങളിപ്പോ വികലാംഗനാണ്, പക്ഷേ സ്വർഗത്തിൽ നിങ്ങൾക്ക് വൈകല്യമില്ല. ഞാൻ ഇപ്പൊ തന്നെ കാണുന്നുണ്ട് അംറേ, നിങ്ങൾ വൈകല്യമില്ലാത്ത കാലുകൊണ്ട് സ്വർഗത്തിൽ ഞാൻ നടക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ഹദീസിന്റെ കിതാബിലുണ്ട്. മോയിൻകുട്ടി വൈദ്യരുടെ ഉഹദ് പടപ്പാട്ടിലും ഉണ്ട്. പടച്ചോനെ അവരെ കൂടെ ഞങ്ങളെ കൂട്ടിത്തരണേ റഹ്മാൻ, അവരെ കൂടെ കൂട്ടിത്തരണേ റഹ്മാന്.